കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ശനി. എല്ലാവർക്കും ശനിയാ എനിക്കെന്ന് ശനിയുള്ള സാറെന്ന് ചോദിക്കുന്ന പോലെ ഇന്ന് ശനിയുടെ ദോഷത്തിൻ്റെ പരിഹാരങ്ങളാണ് പറയുന്നത്. ശനി ദശയ്ക്ക് എന്തൊക്കെ ചെയ്യണം? ശനി ദശ 19 വർഷമാണ്. ശനി കാലദോഷം എന്താണ്? കണ്ടകശനി എന്താണ്? ഏഴരശനി എന്താണ്? അഷ്ടമശനി എന്താണ്? കണ്ടകശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രഹനിലയിൽ ചന്ദ്രലഗ്നാല് 4, 7, 10 ശനി നിൽക്കുമ്പോഴുള്ളതാണ് കണ്ടകശനി. ഏഴരശനി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ഇടതും വലതുമായിട്ട് ശനി നിൽക്കുമ്പോഴാണ് ഏഴരശനി വരുന്നത്. കാര്യം ഇടതും വലതും വന്ന് ചന്ദ്രൻ്റെ 2-ലോ 12-ലോ ശനി നിൽക്കുമ്പോൾ ചാരവശാൽ ശനി സഞ്ചരിക്കുന്ന സമയത്ത് വരുന്നതായിട്ടാണ് ഏഴരശനി. അഷ്ടമശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ അഷ്ടമത്തിൽ 8ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതാണ് അഷ്ടമശനി. 6-ൽ ശനി നിൽക്കുമ്പോൾ 6-ലെ ശനി. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള സമയമാണ്. അപ്പോൾ അതിൻ്റെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ശനി ശാസ്താവായി ഇടുവന്ന് ശാസ്താവിനെ പ്രസാദിപ്പിക്കണം. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ കണ്ടകശനി കൊണ്ടേ പോകുന്നു. അപ്പം കൊണ്ടുപോകുന്ന ആരാണ്? കാലനാണ്. കാലനാരാണ്? യമനാണ്. യമനാരാണ്? ശിവനാണ്. അപ്പം ശിവനെയാണ് ഏറ്റവും കൂടുതൽ പ്രസാദിപ്പിക്കേണ്ടത്. അപ്പം കണ്ടകശനി കൊണ്ടേ പോകുമെന്ന് പറഞ്ഞ് ശിവസന്നിധിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാഗൽഭ്യം നടത്തണം. ശനി സമയത്ത് ശിവന് പ്രത്യേകം പൂജകളും വഴിപാടുകളും കാര്യങ്ങളും നടത്തിയിരിക്കണം. അപ്പം ശിവന് ഏറ്റവും പ്രധാനപ്പെട്ട ജലധാര, കൂവളമാല, പുറവിളക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ ശാസ്താവിന് നെയ്യഭിഷേകം ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. ശാസ്താവിന് നീലപ്പട്ട് ചാർത്തുക, ശാസ്താവിന് കറുത്ത പട്ട് ചാർത്തുക, ശാസ്ത്ര സൂക്ത പുഷ്പാഞ്ജലി നടത്തുക. അതുപോലെ ഒരു എപ്പിസോഡിൽ കരവീരപ്പൂ എന്ന് ഞാൻ പറയുന്നുണ്ട്. അത് എന്താണെന്ന് ആർക്കറിയത്തില്ലെങ്കിൽ അരളിപ്പൂവിനാണ് അതിനങ്ങനെ പറയുന്നത്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയില്ല. അരളിപ്പൂ കൊണ്ടുള്ള അർച്ചന നടത്തുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ശാസ്താവിന് ഏറ്റവും നല്ലതാണ്. അത് കറുത്ത പുഷ്പങ്ങൾ കൊണ്ട് അല്ലെ നീല ശംഖുപുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചന കഴിപ്പിക്കുക. അതുപോലെ കൂട്ടുപായസം ശാസ്താവിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. കൂട്ടുപായസം. പായസം നമുക്ക് പലതുണ്ട്. കടും പായസം, കൂട്ടുപായസം, ശർക്കര പായസം, അരവണ. ഇങ്ങനെ അരവണ എന്ന് പറഞ്ഞാൽ എന്താണ്? അരവണ എന്ന് പറഞ്ഞാൽ 3/4 ലിറ്റർ. എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ 3/4 ലിറ്ററിൽ ശർക്കരയിൽ 1/4 ലിറ്റർ അരി ചേർത്തുണ്ടാക്കുന്ന പായസമാണ് അരവണ. അതാണ് അത് ദ്രവിച്ചു പോകാട്ടില്ല, അഴുക്കായി പോവാതെ എത്രയോ കാലം ഇരിക്കുന്നത്. കടും പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പാതി വെച്ചിട്ട് പകുതിയായിട്ട് ശർക്കരയും പിന്നെ അരിയും കൂടെ ചേർത്തുണ്ടാക്കുന്നതാണ് കടും പായസം. കൂട്ടുപായസം എന്താണ്? ആ കൂട്ടുപായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ തിരുമിയിട്ടതിന് ശേഷം പായസം ഉണ്ടാക്കുന്നതിനാണ് കൂട്ടുപായസം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? പാനകം. പാനകം എന്ന് പറഞ്ഞാൽ എന്താണ്? പായസം ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ച് ഉപയോഗിക്കുന്നതിനാണ് പാനകം എന്ന് പറയുന്നത്. പായസങ്ങൾ ഒരുപാടുണ്ട്. അതിൽ കൂട്ടുപായസമാണ് ശാസ്താവിന് ഏറ്റവും ഉത്തമം. അതുപോലെ എള്ളുകിഴി കത്തിക്കുക, നീരാഞ്ജനം കത്തിക്കുക, ശാസ്ത്രമന്ത്രം ഓം ഹ്രീം പരായ ഗോപ്ത്രേ നമ എന്നുള്ള ശാസ്ത്രമന്ത്രങ്ങൾ ജപിക്കുക, അതിൻ്റെ മൂലമന്ത്രങ്ങൾ ജപിക്കുക, ശാസ്ത്ര ഗായത്രി ജപിക്കുക, ശാസ്ത്ര അഷ്ടോത്തരം ജപിക്കുക, ശിവസഹസ്രനാമം ജപിക്കുക, ശിവസൂക്തം ശിവൻ്റെ ഇഷ്ടസൂക്തം ജപിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ശിവസംബന്ധമായിട്ടുള്ള വിഷയങ്ങളും ശാസ്ത്രാസംബന്ധമായിട്ടുള്ള വിഷയങ്ങളും ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ശനി സംബന്ധമായിട്ടുള്ള ഒരുപാട് ദോഷങ്ങൾക്ക് പരിഹാരമാകും. ശനിക്കുള്ള വിഷയങ്ങൾക്കും തടസ്സങ്ങൾക്കും ഒക്കെ ഒരുപാട് മാറ്റം ഉണ്ടാകും. അതുപോലെ ഏലസ് ധരിക്കുക, ശനിയുടെ ശാസ്താവിൻ്റെ ഏലസ് ധരിക്കുക, പൂജകൾ നടത്തുക. ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും തടസ്സങ്ങളും ഒക്കെ വരുമ്പോൾ ഗണപതി സങ്കല്പത്തിലോ മഹാവിഷ്ണു സങ്കല്പത്തിലോ ശൈവശാക്തി വൈഷ്ണവ സങ്കല്പത്തിലോ ഉള്ള പൂജകൾ നടത്തി ശത്രുതയും കൂടെ കൂടിക്കഴിഞ്ഞാൽ ആ ശത്രുതയെ ആവാഹിച്ച് മാറ്റുകയോ കുരുതി കഴിച്ച് ഉച്ചാടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ ആ പരിഹാരത്തിന് പരിസമാപ്തിയായി അല്ലെങ്കിൽ ഒന്നുകൂടെ ഫലമായി എന്ന് വേണം പറയാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ നിർത്തുന്നു. ഇനി വീണ്ടും കാണുന്നിടം വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നിസ്സീമമായ നന്ദിയും കടപ്പാട് അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.